അപ്പം കാർസിന്റെ എണ്ണം നോക്കുമ്പോൾ 1 2 3 4 5 ഉണ്ട്. അപ്പൊ 5 ഇവിടെ എഴുതാം. ബോൾസ്, അപ്പൊ ബോൾ എത്ര എണ്ണം ഉണ്ട്? 1 2, ദാ ഇവിടെ ഒരെണ്ണം കൂടിയുണ്ട്, അപ്പൊ 3. അപ്പൊ 3 അവിടെ എഴുതണം. പിന്നെ ബാറ്റ് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4, അപ്പൊ 4 അവിടെ എഴുതാം. ടെഡി ബിയർ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 ഉണ്ട്, അപ്പൊ അതവിടെ എഴുതുക. അതുപോലെ ഫ്ലവർ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5, ഇത് 6 ഉണ്ട് കണ്ട. 1 2 3 4 5 6, അപ്പൊ 6 അവിടെ എഴുതാം. പിന്നെ കുറച്ച് പിന്നെന്താ പറഞ്ഞിരിക്കുന്നേ? പുട്ട് ടിക്ക് ഇഫ് കറക്റ്റ് ആൻഡ് ക്രോസ് ഇഫ് റോങ്. അപ്പം ശരിയായതിന് ടിക്ക് ഇടാനും തെറ്റായതിന് ക്രോസ് ഇടാനും പറഞ്ഞിരിക്കുക. There are more bats than balls. പന്തുകളെക്കാൾ കൂടുതൽ ബാറ്റുകൾ ഉണ്ട് അവിടെ എന്നാ പറയുന്നത്. അപ്പൊ അത് ശരിയാണോ നോക്കാം. പന്തുകൾ എത്രയുള്ള? ബോൾസ് 3 എണ്ണം ഉണ്ട്, ബാറ്റ് 4 എണ്ണം ഉണ്ട്. അപ്പം പന്തുകളെക്കാൾ കൂടുതൽ ബാറ്റുകൾ ഉണ്ടെന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അപ്പം ടിക്ക് ഇടുക. പിന്നെ there are less flowers than beers. അപ്പം നോക്കിക്കേ, ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നതെന്ന് വെച്ചാ അപ്പൊ ടെഡി ബിയറിനേക്കാൾ കുറവ് പൂക്കളാണ് ഉള്ളത് എന്നുള്ളതാ പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ 2 നമ്പർ. അപ്പം ഫ്ലവേഴ്സിന്റെ എണ്ണം എത്രയാ? 6. അതുപോലെ ടെഡി ബിയറിന്റെ എണ്ണം 4. അപ്പം ടെഡി ബിയറിനേക്കാൾ കുറവ് പൂക്കളാണ് ഉള്ളത് എന്ന് പറയുന്നത് കറക്റ്റ് ആണോ? അല്ല. അപ്പം അവിടെ ക്രോസ് മാർക്ക് കൊടുക്കുക. പിന്നെ അടുത്ത പറയുന്നത് നമ്പർ ഓഫ് ബിയേഴ്സ് ആൻഡ് കാർസ് ഈസ് ദ സെയിം. അപ്പം പിന്നെ പറയുന്ന ടെഡി ബിയറിന്റെയും കാറിന്റെയും എണ്ണം ഒരേപോലെയാണ് എന്നുള്ളതാണ്. അത് കറക്റ്റ് ആണോ? കാർ എത്ര ഉള്ളത്? 5. അതുപോലെ ടെഡി ബിയർ 4. അപ്പം 2ഉം 2. അപ്പം ഒരേ സംഖ്യയല്ല, അപ്പൊ എന്താ? സെയിം അല്ല, അപ്പൊ ക്രോസ് ഇടുക. There are no toys of the same number. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഒരേ എണ്ണമുള്ള കളിപ്പാട്ടങ്ങൾ ഇല്ല എന്നുള്ളതാണ്. അത് കറക്റ്റ് ആണോ? അല്ല. കാരണം ബാറ്റും ടെഡി ബിയറും ഈക്വൽ നമ്പർ ആണ്, 4 ആണ്. അപ്പം അതും കറക്റ്റ് അല്ല. പിന്നെ ഈ പേജിൽ എന്താ? സ്റ്റേജ്. കളർ ദ ഷേപ്സ് ഇൻ ദി പിക്ചർ. സെയിം കളർ ടു സെയിം ഷേപ്പ്. അപ്പൊ പറഞ്ഞിരിക്കുന്നത് ചിത്രത്തിലെ ഷേപ്സിന് കളർ ഒരേ കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരേ ഷേപ്പിന് ഒരേ കളർ കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. കൗണ്ട് ആൻഡ് റൈറ്റ്. അപ്പൊ ഫസ്റ്റിലത്തെ എന്താ? ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ എത്ര എണ്ണം ഉണ്ട്? നമുക്ക് ചെക്ക് ചെയ്യാം. 1 2 3 4 പിന്നെ 5. അപ്പൊ 5 എഴുതുക. അതുപോലെ ഇതെന്താ? പെന്റഗൺ ആണ്. അന്ന് വെച്ചാൽ 5 സൈഡ്സ് ഉള്ളതാ പെന്റഗൺ എന്ന് പറഞ്ഞാൽ. എത്ര എണ്ണം ഉള്ളത്? 1 2 3 4. അപ്പൊ 4 ഉണ്ട്. അപ്പൊ 4 അവിടെ എഴുതാം. പിന്നെ സർക്കിൾ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 ഉണ്ട്. അപ്പൊ അത് 6 അവിടെ എഴുതാം. പിന്നെ റെക്ടാങ്കിൾ എത്ര എണ്ണം ഉണ്ട്? 1 2 3. അപ്പൊ 3 ഉണ്ട്. അപ്പൊ അത് അവിടെ എഴുതുക. അത് അത്രേ ഉള്ളൂ. പിന്നെ എന്താ പറയുക? സീ ദ ഫ്ലവേഴ്സ്. സീ ദ പിക്ചർ ട്രോൺ അറൌണ്ട് ദി വിൻഡോ ഓഫ് അമൃത്'s ക്ലാസ് റൂം. ഫില്ലിംഗ് ദി ടേബിൾ ബിലോ. അൻവിത്തിന്റെ ക്ലാസ് റൂമിലെ ജനാലയ്ക്ക് ചുറ്റും വരച്ച ചിത്രം നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ചുവടെയുള്ള ടേബിൾ പൂരിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ റെഡ്. അപ്പൊ ഇതിലെ റെഡ് ഫ്ലവേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. 1 2 3 4 5 6 7 8. അപ്പം 8 എണ്ണം ഉണ്ട്. അപ്പൊ അതവിടെ എഴുതണം. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് എന്താ? ബ്ലൂ കളർ എത്ര എണ്ണം ഉണ്ടെന്ന് ചെക്ക് ചെയ്യണം. 1 2 3 4 5 6 7 8. അപ്പം 8 അവിടെ എഴുതുക. പിന്നെ എത്രയുണ്ട്? യെല്ലോ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 ഉണ്ട്. അപ്പം 6 അവിടെ എഴുതുക. വയലറ്റ് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 5. അപ്പൊ അതവിടെ എഴുതുക. അപ്പൊ പിന്നെ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് ഫ്ലവേഴ്സ് വിത്ത് 5 petals. 5 ഇതിലുള്ള പൂക്കളുടെ എണ്ണം. അപ്പൊ എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 5 ഇതിലുള്ള ഏതാ ഉള്ളത്? റെഡ് ഫ്ലവേഴ്സ് ആണ്. അപ്പോഴത്തേക്കും നമ്മൾ അത് ചെക്ക് ചെയ്തിട്ട് എത്ര ബ്ലൂ ഫ്ലവേഴ്സിനാണ് 5 ഇതിലുള്ള. അപ്പൊ ബ്ലൂ ഫ്ലവേഴ്സ് എത്ര ഉള്ളത് നമുക്ക് അറിയാലോ? 8. അപ്പൊ പിന്നെ 8 അവിടെ എഴുതണം. പിന്നെ ഫ്ലവേഴ്സ് ഓഫ് വിച്ച് കളർ ആർ മോർ ഇൻ നമ്പർ എന്ന് പറയുന്നത് ഏത് നിറമുള്ള പൂവാണ് കൂടുതൽ എണ്ണം ഉള്ളത്. അപ്പം ഏറ്റവും കൂടുതലുള്ളത് റെഡ് ഫ്ലവേഴ്സും ബ്ലൂ ഫ്ലവേഴ്സും. അപ്പം 2 എഴുതണം, റെഡ് ബ്ലൂ. റൈറ്റ് ദ കളേഴ്സ് ഓഫ് ദി ഫ്ലവേഴ്സ് ഓഫ് ദി സെയിം നമ്പർ. ഒരേ നമ്പറുള്ള
ഫ്ലവേഴ്സിന്റെ കളർ പറയാനാണ് പറയുന്നത്. അതും ഇത് സെയിം തന്നെയല്ലേ, റെഡും ബ്ലൂ ആണ് ഒരേ നമ്പറുള്ള കളേഴ്സ്. പിന്നെ ഒരേ നമ്പറുള്ള ഫ്ലവേഴ്സ്. അപ്പോഴത്തേക്കും അത് എഴുതണം, റെഡും ബ്ലൂ എഴുതണം. പിന്നെ ഹൗ മെനി ഫ്ലവേഴ്സ് ആർ ദെയർ ഇൻ ആൾ. അപ്പൊ ഇവിടെ ടോട്ടലി മൊത്തത്തില് എത്ര ഫ്ലവേഴ്സ് അവിടെ ഉണ്ടെന്നാ ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇത് ഫുള്ള് ടോട്ടലിന്റെ നമ്മൾ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ 8 + 8 + 6 + 5 അപ്പൊ എത്ര കിട്ടും? 27 കിട്ടും.